തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ്. രണ്ട് പ്രധാനപ്പെട്ട മാർക്കറ്റാണുള്ളത്. ഒന്ന് പാളയം കണ്ണിമേറ മാർക്കറ്റ് എന്ന് പറയും. പാളയം മാർക്കറ്റ് അത് നിയമസഭയൊക്കെ ഇരിക്കുന്ന പാളയം പള്ളിയെല്ലാമുള്ള യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ഇരിക്കുന്ന പാളയത്താണ് ഇരിക്കുന്നത്. വളരെ പ്രസിദ്ധമായ വളരെ പഴയ മാർക്കറ്റാണ്. രണ്ടാമതൊന്ന് ചാല, ഈസ്റ്റ് ഫോർട്ടിനകത്തിരിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെയുള്ള ഈസ്റ്റ് ഫോർട്ടിനകത്തുള്ള ചാലയാണ്. പക്ഷേ ഇതിനകത്ത് വലിയ താരതമ്യേന വലിയ മാർക്കറ്റ് ചാലയാണ്. ചാലയിൽ നിന്നാണ് ഹോൾസെയിലായി ആളുകൾ സാധനമൊക്കെ മേടിച്ച് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാളയം മാർക്കറ്റിൽ വലിയ ഓപ്പറേഷൻ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടുത്തെ ഒരു ഓഫീസ്, പാർട്ടി ഓഫീസായിട്ട് ഒരു വിഭാഗക്കാർ ഉപയോഗിക്കുന്നു. അവിടെ ഇരുന്ന് മദ്യപാനവും ചീട്ടുകളിയും മറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നു. ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ചില വാർത്തകളൊക്കെ ഊഹാപോഹങ്ങളൊക്കെ പുറത്തു വന്ന് എന്തായാലും ആ മുറി ഉൾപ്പെടെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ പാളയം നടന്നു വരികയാണ്. അനധികൃതമായ കെട്ടിടങ്ങളും എക്സ്റ്റൻഷൻ വർക്കുകളും എല്ലാം ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. വലിയ തോതിലാണ് ഓപ്പറേഷൻ പാളയം നടക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ പാളയം കഴിഞ്ഞാൽ തൊട്ടുടനെ തന്നെ ഓപ്പറേഷൻ ചാല വരുന്നുണ്ട്. ചാലയ്ക്കകത്താണെങ്കിൽ നേരത്തെ ഹാബിറ്റാറ്റ് ശങ്കർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റിനെ വെച്ചുകൊണ്ട് ഒരു പൈതൃക ഗ്രാമം പോലെ മനോഹരമായൊരു ചാലയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു നേരത്തെ. പക്ഷേ ആ പ്രോജക്റ്റ് നടപ്പിലായില്ല. അത് പല കാരണങ്ങളാണ്. ഈ എതിർപ്പുണ്ട്, പിന്നെ സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, പണത്തിൻ്റെ പ്രശ്നമുണ്ട്, ആളുകൾ എണീറ്റ് മാറാൻ പ്രശ്നമുണ്ട്, കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവർ മാറി കച്ചവടം ചെയ്യണം, അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ചാലയിൽ ഒരു അണ്ടർഗ്രൗണ്ട് പിന്നെ പാർക്കിങ്ങും അണ്ടർഗ്രൗണ്ടിൽ ഇപ്പം ഡൽഹിയിലൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അണ്ടർഗ്രൗണ്ട്, കാരണം അണ്ടർഗ്രൗണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. അണ്ടർഗ്രൗണ്ടിലേക്ക് പാർക്കിങ്ങും അതുപോലെ തന്നെ വലിയ കോംപ്ലക്സുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ മാറ്റി ആളുകൾ പോയി മേടിക്കും. ഒരു സ്ഥലത്താണെങ്കിൽ ആളുകൾക്ക് സുഖമായിട്ട് പോയി മേടിച്ചൂടെ. മുകളിൽ പാർക്കിങ്ങും താഴെ സാധനം വാങ്ങാനുള്ള സംവിധാനമൊക്കെ ഒരു പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടിയിട്ടാൽ മനോഹരമായി ജനങ്ങളിത് പങ്കെടുക്കും. അപ്പോൾ പാളയത്തെ വെർട്ടിക്കലായി ഒരുപാട് കെട്ടിപ്പൊക്കുന്നതിന് പകരം താഴോട്ടേക്കും ഹൊറിസോണ്ടലായും താഴേക്കുമൊക്കെ ഭൂഗർഭ അറകളുമൊക്കെ തുടങ്ങി മനോഹരമായൊരു പാളയം ചാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ചാല ഉണ്ടാക്കുന്നതിന് വേണ്ടി പാളയത്തും ഇത് ആവശ്യമുണ്ട്. പാളയത്തും ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ആ കൺസ്ട്രക്ഷൻ ഒന്ന് റീഡിസൈൻ ചെയ്യണം, റീവർക്ക് ചെയ്യണം. പാളയത്ത് ഈ അണ്ടർഗ്രൗണ്ടിൽ ഒരു വലിയ ലെയർ തീർത്ത് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതാൽ തീർച്ചയായിട്ടും ഒരു 100-150 കട താഴെ കൊടുക്കാൻ പറ്റും. മനോഹരമായി മുകളിലിരിക്കുന്ന കടയെല്ലായിടത്തും താഴെ കൊടുക്കാൻ പറ്റും. വളരെ മനോഹരമായിരിക്കും പാളയത്തെ കാര്യങ്ങൾ. അത് എങ്ങനെ വരുന്നു നമുക്കറിയില്ല. മെഗാ പ്രോജക്റ്റുകൾ വഴി മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ. അത് വരുമോ നമുക്കറിയില്ല. എന്തായാലും ചാലയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നുണ്ട്, അല്ല ഒരു പരിപാടി വരുന്നുണ്ട്. ഓപ്പറേഷൻ ചാല വരുന്നുണ്ട്. ചാലയിലെ അനധികൃത കെട്ടിടങ്ങളും അനധികൃതമായി വച്ചിരിക്കുന്ന എക്സ്റ്റൻഷൻ വർക്കുകളും ഷെഡ് കെട്ടി വച്ചിരിക്കുന്നതും പലതും പൊളിക്കും എന്നാണ് അറിയുന്നത്. ഗുണ്ടാപ്പിരിവുണ്ടെന്ന് പറയുന്നു. കുറച്ച് ആളുകളെങ്കിലും ഗുണ്ടാപ്പിരിവ് നടത്തുന്നു, അത് ഒഴിവാക്കും. അതുപോലെ പണപ്പിരിവുണ്ട്, അവിടെ പലിശയ്ക്ക് പൈസ കൊടുപ്പുണ്ട്. പല പരിപാടികളുമുണ്ട്. പാവങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് പരിപാടിയുണ്ട്. സ്ത്രീകളല്ലേ, അവർ ജോലി ചെയ്യുമ്പോൾ അവരെ ചെറിയ സ്ഥലത്തിരുന്നോളൂ, നിങ്ങൾ 1000 രൂപ തന്നാൽ അവിടെ ഇരുന്നോളൂ എന്ന് പറയും. വാങ്ങും. അവിടുത്തെ ലോക്കൽ ആളുകൾ, അതിന് പൊളിറ്റിക്സ്, എല്ലാ പാർട്ടിക്കാരും കാണും, പൊളിറ്റിക്സുകാർ കാണും, അത്യാവശ്യം പോലീസിൻ്റെ സപ്പോർട്ട് കാണും, ട്രാഫിക്, എല്ലാവരുടെയും സപ്പോർട്ടുള്ള ഒരു കൂട്ടായ്മയാണത്. എല്ലാവരും പങ്കുവെച്ചെടുക്കുകയും ചെയ്യും പൈസയൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പറേഷൻ ചാല വരുന്നു, ഓപ്പറേഷൻ പാളയം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടുമാണ് തിരുവനന്തപുരത്തുള്ള പ്രധാന മാർക്കറ്റുകൾ. നമ്മുടെ കോഴിക്കോട് പിന്നെ മുതലക്കുളം മൈതാനത്തൊക്കെ ഉള്ള കോഴിക്കോട് അങ്ങാടിയുമൊക്കെ നന്നാക്കിയതുപോലെ, കോഴിക്കോട് ബസാറുമൊക്കെ നവീകരിച്ചതുപോലെ തിരുവനന്തപുരം ബസാർ വളരെ നല്ല രീതിയിൽ നവീകരിക്കാനുള്ള പദ്ധതി കോർപ്പറേഷനും ഇപ്പോൾ 2 മന്ത്രിമാർ തിരുവനന്തപുരത്തുണ്ട്. ഒന്ന് കെ മുരളീധരൻ, വളരെ സീനിയറായിട്ടുള്ള മന്ത്രിയാണ്, ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ CP ജോൺ, അദ്ദേഹവും വലിയ വിഷണറിയാണ് CP ജോൺ. അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെ നമുക്ക് അറിയാം. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഓപ്പറേഷൻ ചാല ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്.